കൊല്ലം മഞ്ചലിൽ വ്യാപാരി സംഘടനയുടെ വാർഷികാഘോഷ ദിവസം തുറന്ന കടയ്ക്ക് നേരെ ആക്രമണം നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രവർത്തകർ കട ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചു. നഗരത്തിൽ പ്രവർത്തിക്കുന്ന മെൻസ് ബസാർ എന്ന കടയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. വാർഷികാഘോഷ ദിനം കട തുറക്കരുതെന്ന നിർദ്ദേശം പാലിക്കാത്തതാണ് ആക്രമണത്തിന് കാരണമെന്ന് കടയുടമ പറയുന്നു. സംസാരിക്കാനുള്ള ഇത് കാണിക്കുന്നില്ല. അവർ കയറിങ്ങിട്ട് ഗുണ്ടായിസ് അങ്ങനെ കാണിക്കും. അത്ര കയറിച്ച് അവര് വാരി വലിച്ചാൽ ഷട്ടർ ഭയങ്കര ഇതായിരുന്നു. നമ്മൾ പറഞ്ഞാണ് നമ്മൾ അടയ്ക്കാം, ലേറ്റ് ആകും, ഒരു ഇതുമില്ല. അവര് കാശിനൊന്നുമില്ല. അവര് വലിച്ച് വാരി എറിഞ്ഞ് ഡമ്മയൊക്കെ പൊട്ടിച്ചാണ്. ഇത് വ്യാപാരികൾ ചേർന്ന് മറ്റൊരു വ്യാപാര സ്ഥാപനത്തിന് നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റിന്റെ പൊതുയോഗവും കുടുംബസംഗമവും നടക്കുകയായിരുന്നു. പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഗരത്തിലെ കടകൾ അടച്ചിടണമെന്ന് സംഘടന ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ മെൻസ് ബസാർ എന്ന കടയുടെ ഉടമ ഈ സംഘടനയിൽ അംഗമായിരുന്നില്ല. അതിനാൽ രാവിലെ കട തുറന്ന പ്രവർത്തനം ആരംഭിച്ചു. കട തുറന്നതിന് പിന്നാലെ 10-ലധികം വരുന്ന സംഘം കടയിലേക്ക് അതിക്രമിച്ച് കയറി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി. കടയ്ക്ക് മുന്നിൽ നിരത്തിവെച്ചിരുന്ന സാമഗ്രികൾ വലിച്ചെറിഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അത് അടച്ചേ പറ്റൂന്ന് പറയുന്നത്. നമുക്ക് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നമുക്കിത് ഓടിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നടക്കും. അടയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കുറെ ഗുഡ്ഡായ ആൾക്കാർ കയറി വന്ന് നമ്മുടെ കടയിലെ സാധനമെല്ലാം വലിച്ച് തറയിട്ടു. അത് നമുക്ക് കുറെ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പറയാനുള്ള അവസരം തന്നില്ല. അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്തു. നമുക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മുടെ കടയ്ക്ക് ഒരുപാട് നമ്മുടെ ഈ ഡമ്മികളും കാര്യങ്ങളെല്ലാം നാശങ്ങളെല്ലാം ഉണ്ടായി. കട ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയും ചെയ്തു. കടയുടമ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. അതേസമയം ആക്രമണം നടന്നിട്ടില്ലെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളുടെ വിശദീകരണം. വ്യാപാരി എന്ന നിലയിൽ സഹകരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞതെന്നും നേതാക്കൾ വിശദീകരിക്കുന്നു. ഒരു പരാതി പറയുന്ന സ്ഥാപനത്തിൽ ഒരു കാരണവശാലും ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല. നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അതിക്രമവും ഉണ്ടായിട്ടില്ല. അവർ തുറന്നിരുന്നത് നമ്മുടെ ആഹ്വാനം പാലിക്കാതെ തുറന്നിരുന്നപ്പോൾ അവർ സ്ഥാപനം അടച്ച് സഹകരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ബാങ്ക് വായ്പയെടുത്തും കടം വാങ്ങിയും ആരംഭിച്ച കടയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കടയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മറ്റു വ്യാപാര സംഘടനകളും പ്രതിഷേധത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.